നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാം റെഡി അല്ലേ? ഓക്കെ സർ. ഉൽപ്പലാക്ഷി സിസ്റ്റർ വരില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, പകരം ഞാൻ വായിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് സെന്ററിങ് ചെയ്യാം ആദ്യം. ഓക്കെ സെന്ററിങ് ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവം. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവഗണിക്കും. ധ്യാനം കുറച്ചു നേരം തുടരുക. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ആരാണ് ആദ്യം? ഉൽപ്പലാക്ഷി സിസ്റ്ററിനായിരുന്നു ആദ്യം വായിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ തുടങ്ങും. ഓക്കെ സിസ്റ്റർ. 19ാമത്തെ ശ്ലോകം മുതലാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ ഓക്കെ ഓക്കെ. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്തെ നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. ആകാശത്തിലും ഭൂമിയിലും പ്രതിധ്വനിച്ചുകൊണ്ട് ആ ശംഖനാദം ദിഗന്ധങ്ങളിലെല്ലാം മാറ്റലിക്കൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർത്തി. 20ാമത്തെ ശ്ലോകം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള രഥത്തോടു കൂടിയ അർജുനൻ ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിൽക്കുന്നതായി കണ്ടിട്ട് ആയുധപ്രഹരം തുടങ്ങാനിരിക്കെ വില്ല് ഉയർത്തിയിട്ട്, അടുത്ത ശ്ലോകത്തിലേക്ക് അതിന്റെ മീനിങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. വില്ല് ഉയർത്തിയിട്ട്, അല്ലയോ രാജാവേ, ഋഷികേശനോടായി ഇപ്രകാരം പറഞ്ഞു: രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എന്റെ രഥത്തെ അല്ലയോ അച്യുത നിർത്തിയാലും. 22ാമത്തെ ശ്ലോകം. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ
കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ യുദ്ധത്തിൽ ആരോടൊക്കെയാണ് ഞാൻ ഏറ്റുമുട്ടേണ്ടത്? യുദ്ധക്കൊതി പൂണ്ട് നിൽക്കുന്ന ഇവരെ നിരീക്ഷിക്കുന്നത് വരെ യാവത് ഏതാൻ നിരീക്ഷകം. ഞാൻ അവരെ നിരീക്ഷിക്കുന്നത് വരെ, അതിന്റെ തുടക്കം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലയോ അച്യുത, രഥം ഇവിടെ നിർത്തിയാലും. രണ്ട് സേനകളുടെയും മധ്യത്തിൽ. ഇനി 23-ാമത്തെ. യോത്സ്യമാനാനവേക്ഷേഹം ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ദുർബുദ്ധിയായ ദുര്യോധനന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കൊതിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ഇവരെ ഞാൻ ഒന്ന് കാണട്ടെ. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. 25. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിതി. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അർജുനൻ ഇപ്രകാരം പറഞ്ഞതു കേട്ട ശ്രീകൃഷ്ണൻ രണ്ടു സേനകളുടെയും മധ്യത്തിലായി ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരുടെയും എല്ലാ രാജാക്കന്മാരുടെയും മുന്നിലായി ഉത്തമമായ രഥം നിർത്തിയിട്ട് പറഞ്ഞു, അർജുന, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ കൗരവന്മാരെ കണ്ടാലും എന്ന്. 26. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. അവിടെ സ്ഥിതി ചെയ്യുന്ന സൈന്യങ്ങളിൽ അർജുനൻ പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പേരക്കുട്ടികളെയും ശ്വശുരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. താൻ സമീക്ഷ സഹ കൗന്തേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതമബ്രവീത്. കുന്തിപുത്രനായ അർജുനൻ അവിടെ എല്ലാ ബന്ധുജനങ്ങളെയും കണ്ട് അങ്ങേയറ്റത്തെ കാരുണ്യത്താൽ വിഷാദം പൂണ്ട് ഇപ്രകാരം പറഞ്ഞു. അടുത്തത് ഞാൻ വായിക്കാം. ഓക്കെ സർ. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, യുദ്ധക്കൊതി പൂണ്ടു നിൽക്കുന്ന ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളാണല്ലോ. ഇവരെ കണ്ടിട്ട് എൻ്റെ ശരീരം തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചവും ഉണ്ടാകുന്നു. 30-ാമത്തെ ശ്ലോകം. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി നഷ്ടപ്പെടുന്നു. 31-ാമത്തെ ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നശ്ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഹേ കേശവ, ഞാൻ ശകുനങ്ങളെല്ലാം വിപരീതമായി കാണുന്നു. യുദ്ധത്തിൽ സ്വന്തം ആളുകളെ വധിച്ചിട്ട് എനിക്ക് ശ്രേയസ്സുണ്ടാകുമെന്ന് കരുതുന്നില്ല.
32. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഹേ കൃഷ്ണ, ഞാൻ വിജയം കാക്ഷിക്കുന്നില്ല, രാജ്യവും സുഖവും ആഗ്രഹിക്കുന്നില്ല. രാജ്യം കൊണ്ടോ ഭോഗം കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് ഫലം? 33-ാമത്തെ ശ്ലോകം. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച. 34. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശാലാഃ സംബന്ധിനസ്തഥാ. 35. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ രാജ്യവും സുഖഭോഗങ്ങളും കാക്ഷിക്കുന്നത്, ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും കൂടാതെ മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, പേരക്കിടാങ്ങൾ, ഭാര്യ, സഹോദരന്മാർ, ബന്ധുക്കൾ എന്നിവരും പ്രാണനും ധനവും ഉപേക്ഷിച്ച് ഇതാ യുദ്ധത്തിന് അണിനിരന്നിരിക്കുന്നു. ഹേ മധുസൂദന, എന്നെ ഇവർ വധിക്കുമെങ്കിൽ കൂടി, അഥവാ 3 ലോകത്തിനെയും ആധിപത്യം കിട്ടുമെങ്കിൽ പോലും ഇവരെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയല്ലേ ഭൂമിയുടെ ആധിപത്യത്തിനു വേണ്ടി. ഇനി അടുത്തത് ശ്ലോകം 36 ഞാൻ വായിക്കാം. ഹലോ, ഓക്കെ, കേൾക്കുന്നില്ല? കേൾക്കുന്നു. ഓക്കെ. 36. നിഹത്യധാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. ഭഗവാനെ, ദുര്യോധനൻ മുതലായ ഇവരെ കൊന്നതുകൊണ്ട് നമുക്ക് എന്ത് സുഖം കിട്ടും? മറിച്ച് ആതതായികളാണെങ്കിലും ഇവരെ കൊല്ലുന്നത് കൊണ്ട് പാപികളാകേയുള്ളൂ. അടുത്തത്, അഗ്നിദോശരഥശ്ചൈവ ശസ്ത്രപാണിർധനാപഹഃ ക്ഷേത്രധാരാപഹർത്താച്ച ഷഠേതേ ഹ്യാതതായിനഃ. തീ വെക്കുന്നവൻ, വിഷം കൊടുക്കുന്നവൻ, ആയുധം കയ്യിലെടുത്തവൻ, ധനം, ഭൂമി, ഭാര്യ എന്നിവയെ അപഹരിക്കുന്നവൻ, ഇങ്ങനെ 6 കൂട്ടരെ ആതതായികളെന്ന് പറയുന്നു. ആതതായികളെ സംശയം കൂടാതെ കൊല്ലാമെന്ന് വിധിയുണ്ടെങ്കിലും സ്വജനങ്ങളായ ഇവരെ കൊല്ലുന്നത് കൊണ്ട് പാപബാധയുണ്ടാകുമെന്നർത്ഥം. ശ്ലോകം 37. തസ്മാനാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവഃ. ഭഗവാനെ, മേൽപ്പറഞ്ഞ കാരണം കൊണ്ട് ബന്ധുക്കളായ ദുര്യോധനാദികളെ കൊല്ലുന്നത് നമുക്ക് ഉചിതമല്ല. ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുക? 38. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. 39. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഭഗവാനെ, രാജ്യലോഭം കൊണ്ട് തന്റേടം വിട്ട ഈ ദുര്യോധനാദികൾ കുലം നശിച്ചാലുണ്ടാകുന്ന ദോഷത്തെയും ചങ്ങാതികളെ ദ്രോഹിച്ചാലുണ്ടാകുന്ന പാപത്തെയും അറിയുന്നില്ലെന്ന് വരട്ടെ. എന്നാലും ദോഷങ്ങൾ അറിയുന്ന നാം ഈ പാപകൃത്യത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിയാതിരിക്കും? ശ്ലോകം 40. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. വംശം നശിച്ചാൽ പരമ്പരാഗതമായ കുലധർമ്മമെല്ലാം തനിയെ നശിക്കും. ധർമ്മം നശിച്ചാൽ അധർമ്മം കുലത്തെ മുഴുവൻ ബാധിക്കുന്നു. നമസ്തേ. അടുത്തത് നളിനി സിസ്റ്റർ, നളിനി അച്യുതൻ സിസ്റ്റർ.
കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ട് രശ്മി. അതെന്താന്ന് രണ്ടുപേർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താ പോരെ? ഇപ്പൊ നീന സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്കും ലിങ്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താ എല്ലാരും നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ. എന്താന്നറിയില്ല. നമ്മള് അതേ ലിങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ കേറിയത്. നീന സിസ്റ്റർ എനക്ക് മെസ്സേജ് ഇട്ടിന് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല ഇപ്പൊ. അതൊക്കെ ഓപ്പൺ ആയാലും നീന സിസ്റ്റർ ഓക്കെ ഓക്കെ താങ്ക് യു ബ്രദർ. താങ്ക് യു. വായിക്കാം. നളിനി സിസ്റ്റർ. ഞാൻ വായിക്കട്ടെ? ഓക്കെ. പ്രണാമം മാസ്റ്റർ. 41 ശ്ലോകം തൊട്ട് 45 ശ്ലോകം വരെയാണ് എനിക്ക് കിട്ടിയത്. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. അല്ലേ കൃഷ്ണ, അധർമാഭിഭവാത് അധർമാർഗിതയ്ക്ക് അധീനപ്പെട്ട്, അധാർമികതയ്ക്ക് അധീനപ്പെട്ട്, അധർമാഭിഭവാത് കുലസ്ത്രീകൾ പ്രദുഷ്യന്തി ദുഷിക്കുന്നു, സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ ചീത്തയാകുമ്പോൾ, വാർഷ്ണേയ ഹേ വൃഷ്ണിവംശജ വർണ്ണസങ്കരഃ അനഭിമത ജനനം ജായതേ ഉണ്ടാവുന്നു. അതിന്റെ സാരാംശം: അലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. 42 ശ്ലോകം. ശങ്കരോ നരകായിവ കുലജ്ഞാനാം കുലസ്യ ച വദന്തി പിതരോ ഹേഷ്യാം ലൂപ്തപിണ്ഡോദകക്രിയാഃ. ശങ്കരഃ മിശ്രസന്തതി, കുലജ്ഞാനാം കുലം മുടിച്ചവർക്കും, കുലസ്യ ച കുലത്തിനും, നരകായ ഏവ നരകത്തിനായി തന്നെ ഭവിക്കുന്നു. ഹി നിശ്ചയമായും, ഏഷം ഇവരുടെ, പിതരഃ പിതൃക്കൾ, ലുപ്തപിണ്ഡോദകക്രിയാഃ പിണ്ഡവും ഉദകക്രിയവും മുടങ്ങിയവരായിട്ട്, പതന്തി വീഴുന്നു. ആവശ്യമില്ലാത്ത ജനവർദ്ധനം ഉണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരക തുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലന്തോറും പിണ്ഡമോ ഉദകക്രിയയോ ലഭിക്കാതെ അധപ്പതിക്കും. 43 ശ്ലോകം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വത്വാഃ. പറഞ്ഞാല് ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ വർണ്ണസങ്കരമുണ്ടാക്കുന്ന കുലജ്ഞാനാം കുലം നശിപ്പിക്കുന്നവരുടെ, ഏതൈഹി ദോഷൈഹി ഈ ദോഷങ്ങളാൽ, ശാശ്വതാഹ നിലനിൽക്കേണ്ടുന്ന, ജാതിധർമാഹ സാമൂഹ്യ മര്യാദകളും, കുലധർമാഹ ച കുലധർമ്മങ്ങളും, ഉത്സാദ്യന്തേ വേരറുക്കപ്പെടുന്നു. വർണ്ണസങ്കരത്തെ ഉണ്ടാക്കുന്ന ദ്രോഹികളുടെ ദോഷങ്ങൾ മൂലം ശാശ്വതങ്ങളായ കുലാചാരങ്ങളും ജാത്യാചാരങ്ങളും നശിക്കുന്നു. ഇനി എന്റെ 44 ശ്ലോകം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനു ശുശ്രുമ. ഹേ ജനാർദ്ദന, ഉത്സന്ന കുലധർമാണം വേരറ്റ കുലാചാരങ്ങളോട് കൂടിയ മനുഷ്യാണാം മനുഷ്യർക്ക്, നരകേ നരകത്തിൽ, നിയതം എന്നും, വാസഹ വാഴ്ച, ഭവതി ഭവിക്കുന്നു, ഇതി എന്ന്, അനുശുശ്രുമ ഞാൻ കേട്ടിട്ടുണ്ട്. ഹേ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് നരകത്തിൽ അനിശ്ചിതകാലം വസിക്കാൻ ഇടവരുന്നു.
എന്ന് നാം കേട്ടിരിക്കുന്നു. ഇനി 45-ാം ശ്ലോകം. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. യത് യാതൊന്നുകൊണ്ട് വയം ഞങ്ങൾ രാജസുഖലോഭേന രാജ്യം വാഴുന്നതിലുള്ള സുഖം മോഹിച്ച് സ്വജനം ബന്ധുക്കളെ ഹന്തും കൊല്ലാൻ ഉദ്യതാഹ ഉദ്യമിക്കുന്നുവോ തത് അതുകൊണ്ട് മഹത് പാപം വലിയ പാപം കർത്തും ചെയ്യാൻ വ്യവസിതാഹ തുനിഞ്ഞവരാകുന്നു. അവോ ആശ്ചര്യം ബദ കഷ്ടം ഹാ കഷ്ടം രാജ്യസുഖത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം മൂലം ബന്ധുക്കളെ കൊല്ലാൻ ഒരുമ്പെട്ട നമ്മൾ വലിയ പാപം തന്നെയാണ് അനുഷ്ഠിക്കാൻ ഒരുങ്ങിയത്. ധന്യവാദം. ഓക്കെ ഡോക്ടർ, കഴിഞ്ഞു. എനിക്ക് കിട്ടിയ ശ്ലോകം കഴിഞ്ഞു. നെക്സ്റ്റ് നാൽപ്പത്തഞ്ച് ശ്ലോകം വരെ അല്ലേ? ഇനി കമലാക്ഷി ടീച്ചറാന്ന് തോന്നി. കമലാക്ഷി വേലായുധൻ. ഞാൻ കഴിഞ്ഞാല് 46, 47. അതെ, കമലാക്ഷി 46, 47 വന്നില്ലേ? കമലാക്ഷി ടീച്ചറില്ലേ? കേറാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാ നമുക്ക് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു, പക്ഷെ ഓപ്പൺ ആയിട്ടുണ്ടാവില്ലായിരിക്കും. ടീച്ചർ തന്നെ വായിച്ചോളൂ. ഓക്കെ സർ. പ്രണാമം മാസ്റ്റർ. 1-ാം അധ്യായത്തിൽ 46-ാം ശ്ലോകം. യദി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ നിരായുധനും എതിരിടാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊന്നാലും എനിക്കത് ക്ഷേമകരമായി ഭവിക്കും. സഞ്ജയ ഉവാച 47. ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞ് അർജുനൻ ദുഃഖം നിറഞ്ഞ മനസ്സോടെ അമ്പും വില്ലും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ ഇരുന്നു. 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ ഞാൻ തന്നെയല്ലേ സർ വായിക്കേണ്ടത്? സാഖ്യയോഗം. വായിച്ചോളൂ. സഞ്ജയ ഉവാച. ശ്ലോകം 1. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കാരുണ്യാതിരേകത്താൽ കണ്ണുനീർ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിഷാദിക്കുന്ന അർജുനനോട് മധുസൂദനൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആര്യന്മാർക്ക് ചേരാത്തതും സൗഖ്യമേകാത്തതും ദുഷ്കീർത്തികരവുമായ വിഷമാവസ്ഥയിലെ മോഹം നിന്നെ എങ്ങനെ ബാധിച്ചു? 3. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഹേ പാർത്ഥ, പൗരുഷമില്ലാത്ത ഈ പ്രവൃത്തി ഉപേക്ഷിച്ചാലും ഇത് നിനക്ക് ഒട്ടും തന്നെ യോജിക്കുന്നില്ല. ക്ഷുദ്രമായ ഈ ഹൃദയ ബലഹീനത ഉപേക്ഷിച്ച് ഉണർന്നാലും. അർജുന ഉവാച. ശ്ലോകം 4.
കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ പറഞ്ഞു, മധുസൂദനനായ കൃഷ്ണ, പൂജിക്കേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും യുദ്ധത്തിൽ ഞാൻ ബാണങ്ങൾ കൊണ്ട് എങ്ങനെ നേരിടും? 5. ഗുരുന് ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ വധിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം ഈ ലോകത്തിൽ ഭിക്ഷാന്നം ഭക്ഷിക്കുന്നതാണ്. ഗുരുക്കന്മാരെ വധിച്ചാലാകട്ടെ ഇവിടെ തന്നെ ചോരക്കറ പൂണ്ട അർത്ഥകാമങ്ങളാകുന്ന ഭോഗങ്ങളായിരിക്കും ഭുജിക്കുന്നത്. പ്രണാം മാസ്റ്റർ. 2-ാം അധ്യായം സാഖ്യയോഗം, ശ്ലോകം 6. ന ചൈതദ്വിത്മകതരന്നോ ഗരീയോ യദ്വാജയേമ യദിവാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാ. ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നാം ജയിക്കണോ അതോ അവർ നമ്മെ ജയിക്കണോ? ഏതാണ് അഭികാമ്യമെന്ന് അറിയുന്നില്ല. ഏതു കൂട്ടരെ വധിച്ചാൽ പിന്നെ ജീവിക്കുവാൻ നമ്മൾക്കാഗ്രഹമില്ലയോ? ആ ധൃതരാഷ്ട്രപുത്രന്മാർ ഇതാ നമ്മുടെ മുൻപിൽ യുദ്ധത്തിനായി നിലകൊള്ളുന്നു. ശ്ലോകം 7. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമൂഢചേതാഃ യത്ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. സ്വഭാവദോഷം കൊണ്ടുള്ള അജ്ഞത മൂലം ധർമ്മം എന്തെന്നറിയാതെ എന്റെ മനസ്സ് ഉഴലുന്നു. ആയതിനാൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതെന്തെന്ന് വ്യക്തമാക്കിയാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ശിഷ്യനായ എന്നെ അങ്ങ് ഉപദേശിച്ചാലും. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസവത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. ഈ ഭൂമുഖത്ത് എതിരാളികൾ ആരുമില്ലാത്ത സമ്പദ് സമൃദ്ധമായ രാജ്യമോ ദേവന്മാരുടെ ആധിപത്യമോ കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന എന്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒന്നിനെയും ഞാൻ കാണുന്നില്ല. സഞ്ജയ ഉവാച ഏവമുക്ത്വാ കൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ പറഞ്ഞു, പരന്തപനായ രാജാവേ, ഋഷികേശനോട് ഇപ്രകാരം പറഞ്ഞ ശേഷം താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അർജുനൻ മൗനിയായി പോയി. ശ്ലോകം 10. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. ഹേ രാജാവേ, രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷാദത്തോടെ നിലകൊണ്ട അർജുനനോട് ഋഷികേശൻ കളിയാക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്ന പോലെ പ്രകാരം പറഞ്ഞു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. ഇനി ആരാ? കമലാക്ഷി വേലായുധനൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്.
ഇനി മറ്റേ നളിനാക്ഷി സിസ്റ്റർ അല്ലേ? ആ വായിക്കാം. ഇത് കമലാക്ഷി വേലായുധൻ വായിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞിട്ട് കമലാക്ഷി വേലായുധൻ ഇട്ടിട്ടുണ്ടായി. ആ വായിച്ചു. അത് കമലാക്ഷി ടീച്ചർ വായിച്ചു. അതെ കറക്റ്റ്. നല്ല സിസ്റ്റർ വെച്ചാൽ ശ്ലോകം 11 കേൾക്കുന്നില്ല സർ? അവര് ആ, വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചോട്ടെ സിസ്റ്റർ. ആ അവർക്ക് വായിച്ചോട്ടെ. താല്പര്യം ഉണ്ടാവും. ഞാൻ വായിച്ചോട്ടെ. വായിച്ചത് ഒന്നുകൂടി അവര് വായിച്ചോട്ടെ. അവര് വന്നിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ. വന്നിട്ടുണ്ട്, വായിക്കാം. കേറിയിട്ടുണ്ട് ഇപ്പൊ. അതെ അതെ. ശ്ലോകം 11 ഞാൻ വായിക്കട്ടെ. ആ വായിക്കൂ വായിക്കൂ വായിക്കൂ. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറഞ്ഞു. ശ്ലോകം 11. അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസൂ ച നാനുശോചന്തി പണ്ഡിതാഃ. നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. അറിവുണ്ടെന്ന് തോന്നുമാറുള്ള യുക്തിവാദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അറിവുള്ളവർ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് ദുഃഖിക്കുന്നില്ല. ശ്ലോകം 12. നത്വേവാഹം യാതുനാസം നത്വം നേമേ ജനാധഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഞാനാകട്ടെ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല തന്നെ. നീ ഇല്ലാതിരുന്നിട്ടില്ല തന്നെ. ഈ രാജാക്കന്മാർ ഇല്ലാതിരുന്നിട്ടില്ല തന്നെ. അതായത് നാം എല്ലാം എന്നും ഉള്ളതായി തന്നെ വർത്തിച്ചിരുന്നു. നാം എല്ലാം ഇനിമേൽ ഇല്ലാതിരിക്കുകയും ഇല്ല തന്നെ. ഉള്ളതായി തന്നെ വർത്തിക്കുകയും ചെയ്യും. ശ്ലോകം 13. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ജീവന് ഈ സ്ഥൂലദേഹത്തിൽ കൗമാരം, യുവത്വം, വാർദ്ധക്യം എന്നിവ എങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ദേഹം വിട്ട് അന്യദേഹം കൈക്കൊള്ളുക എന്ന ജനനവും സംഭവിക്കുന്നു. ഈ വിഷയത്തിൽ സത്യമറിഞ്ഞ ബുദ്ധിമാൻ മോഹിച്ചു തളർന്നു പോകുന്നില്ല. ശ്ലോകം 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ സുഖദുഃഖദാ ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ പ്രദാനം ചെയ്യുന്നവയും വന്നും പോയും ഇരിക്കുന്നവയും അനിത്യങ്ങളുമാകുന്നു. അതുകൊണ്ട് അല്ലയോ അർജുന, അവയെ ധീരമായി സഹിക്കൂ. ശ്ലോകം 15. യം ഹീന വ്യഥയന്വേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അല്ലയോ പുരുഷശ്രേഷ്ഠ, ഈ വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങൾ സുഖ ദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിന്തിരിപ്പിച്ചവനുമായ ഏത് പുരുഷനെ ക്ലേശിപ്പിക്കുന്നില്ലയോ അവൻ ഒടുങ്ങാത്ത ബ്രഹ്മാനന്ദാനുഭവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിസ്റ്റർ. കഴിഞ്ഞ സെഷനിൽ ഒന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മള് ഭഗവത്ഗീത എന്നുള്ള ഈ ഒരു ഗ്രന്ഥം അത് നമ്മുടെ പ്രാക്ടീസായിട്ട്, നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസായിട്ട് എങ്ങനെയാണ് അത് കണക്റ്റഡ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഏതോ ഒരു കാലത്ത് സംഭവിച്ച ഒരു കാര്യം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ എൻ്റെ ഒരു വീക്ഷണം പറയാം, ഷെയർ ചെയ്യണം. എല്ലാവരും ഓരോരോ അഭിപ്രായം ഷെയർ ചെയ്യണം.
അപ്പൊ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടമാണ്. അപ്പൊ നമ്മൾ സാധാരണ ഞാൻ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല പേഴ്സണാലിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. ഓഷോ രജനീഷിനോട് ഒരിക്കലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഓഷോ പറഞ്ഞു, നിൽക്കൂ, ഏത് ഞാനാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം ക്ലിയർ ആവണം, അതിനുശേഷമേ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതാണ് ആദ്യത്തെ ആ സ്റ്റേറ്റ്, ധൃതരാഷ്ട്രയുടെ ആ സ്റ്റേറ്റ്. ധൃതരാഷ്ട്ര കംപ്ലീറ്റ് ആയിട്ട് ധൃതരാഷ്ട്രം എന്നുള്ള സ്റ്റേറ്റ് നമ്മുടെ ഉള്ളിലുള്ള സ്ഥിതി തന്നെയാണ് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കോൺഷ്യസ്നസിന്റെ ആ ഫീൽഡ്, പ്യുവർ കോൺഷ്യസ്നസിന്റെ ഫീൽഡ്, അതാണ് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ആ കോൺഷ്യസ്നസിന്റെ ഫീൽഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതാണ് പല പല പേഴ്സണാലിറ്റീസ് ആയിട്ട് കാണുന്നത്. അതാണ് നമുക്ക് യുദ്ധമായിട്ട്, കുരുക്ഷേത്ര യുദ്ധമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ അവിടെ ധൃതരാഷ്ട്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരോ സമയത്ത് ഓരോന്ന് പിടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് മാമകാഹ പാണ്ഡവാഹ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അതർലിനെസ് ഉണ്ട്. ലാലാജി മഹാരാജ് അതർനെസ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേറ്റില്, അങ്ങനെ ഒരു സ്റ്റേറ്റ് നമുക്ക് ജഡ്ജ്മെന്റ്സ് എടുക്കുമ്പോൾ അത് എപ്പോഴും പാർഷ്യലാവും. അതാണ് ആദ്യം ദുര്യോധനൻ എപ്പോഴും പാർഷ്യലായിട്ട് ഡിസൈഡ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദുര്യോധനൻ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദ്രോണര്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭീഷ്മർ, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഏത് സൈഡിലാണ് നമ്മുടെ ടെൻഡൻസി ചാഞ്ഞു നിൽക്കുന്നത്, ആ തരത്തിലായിരിക്കും നമ്മുടെ പെരുമാറ്റമുള്ളത്. അപ്പൊ ജീവിതത്തിലൊരു സംഘർഷം വന്ന ഒരു അവസ്ഥ, അതാണ് മഹാഭാരത യുദ്ധം എന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഘർഷം വന്ന അവസ്ഥയുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഹെൽപ്ലെസ് ആവും. നമ്മുടെ ഉള്ളിൽ ആ ഹെൽപ്ലെസ് സ്റ്റേറ്റിൽ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു റെവലേഷൻ, നമുക്ക് പലപ്പോഴും കറക്ഷൻസ് വരാറുണ്ട്, നമ്മളത് മിസ്സായിട്ട് പോകും, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഹയർ വിസ്ഡം ആണ് സഞ്ജയനെ സൂചിപ്പിക്കുന്നത്. വിസ്ഡം എല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടെ കാണിച്ചു തരും, നമുക്ക് വിവേകബോധം എല്ലാം വളരെ ക്ലാരിറ്റിയോട് കാണിച്ചു തരും. സഞ്ജയന് സെപ്പറേഷൻ ഒന്നുമില്ല. സഞ്ജയൻ പാണ്ഡവന്മാരെയും കാണിക്കുന്നുണ്ട്, കൗരവന്മാരെയും കാണിക്കുന്നുണ്ട്. ദ്രോണര് എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളാണ്, ടെൻഡൻസീസ് ആണ്. ദ്രോണർക്ക് ഏത് സൈഡിലാണ്? രണ്ട് സൈഡും ദ്രോണരുണ്ട്. ദ്രോണര് രണ്ടുപേരെയും ഗുരുവാണ്. പക്ഷേ ആഗ്രഹങ്ങളുടെ ടെൻഡൻസി ദ്രോണരെ ഇങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, കൗരവ സൈഡിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ എന്താണ് ചെയ്യണത് എന്ന് അറിയാത്ത ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റ് വരുമ്പോൾ നമ്മുടെ വിസ്ഡം നമ്മളെ, ആ ഹെൽപ്ലെസ് സ്റ്റേറ്റ് നമ്മളെ യൂണിഫൈ ചെയ്യും, നമ്മുടെ ഒരു യൂണിഫൈഡ് പേഴ്സണാലിറ്റീനെ സൃഷ്ടിക്കും. യൂണിഫൈഡ് പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു പ്യുവർ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഓരോ സമയത്തും ഓരോരോ കണക്ഷനിലാണ് നമ്മൾ തീരുമാനം. ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി അച്ഛൻ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് മകന് ഗുണകരമാവണമെന്നില്ല. നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കും. നമ്മുടെ മുമ്പിൽ എപ്പോഴും ചോയ്സസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ റൈറ്റ് ചോയ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഈ തരത്തിലൊരു എന്താ പറയുക, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു യൂണിഫിക്കേഷൻ വരുന്നത്, യൂണിഫൈഡ് പേഴ്സൺ. അപ്പൊ നമുക്കൊരു ആൻസർ അപ്പൊ കിട്ടും, ഒരു സാധാരണ ഒരു കറക്റ്റ് ആൻസർ. അങ്ങനെയുള്ള വളരെ വിഷമം പിടിച്ച ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാവണം, നമുക്ക് പുറമേ നിന്ന് ആരെങ്കിലും ഉപദേശം തരും, അല്ലെങ്കിൽ അപ്പൊ ഒരു പുസ്തകത്തിൽ ഒരു വരി നമുക്ക് കാണാൻ സാധിക്കും, വായിക്കുമ്പോൾ പെട്ടെന്ന് എന്തൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു സ്പീച്ച് കേൾക്കും, ആരുടെയും സ്പീച്ച് കേൾക്കുമ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ കറക്റ്റ് ആ മൊമെന്റ് നമുക്ക് റിയലൈസേഷൻ ഉണ്ട്. ഇതേ സ്റ്റേറ്റ് ആണ് അത്രേ മരിക്കുമ്പോഴും ഉണ്ടാവുന്നത്. ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ പറയുന്നുണ്ട്, മരിക്കാറാവുമ്പോൾ നമ്മളെ മരണത്തിന്റെ ഘട്ടത്തിൽ നമ്മളെല്ലാ വിഡ്രോ ചെയ്ത് മനസ്സ് സെന്റേർഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റി എത്തിച്ചേർന്ന് നമുക്ക് ആ ദിവ്യ ദർശനം ഉണ്ടാവുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെയും ടെൻഡൻസീസിന്റെ പുറകെ പോകും. അപ്പൊ അതിനെ നമുക്കും ഉണ്ടാവുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു യൂണിഫിക്കേഷൻ സംഭവിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള അർജുനൻ ഉണരുകയാണ്.
ഒരു ക്ലിയർ പെർസെപ്ഷൻ, അതാണ് അർജുനൻ, ക്ലിയർ പെർസെപ്ഷൻ. അപ്പൊ നമ്മുടെ വലിയൊരു ഒരു സ്പെക്ട്രം ഉണ്ട് നമ്മുടെ ഉള്ളില്. എന്താ പറയുക, ഏറ്റവും ലോവസ്റ്റ് ഇൻസ്റ്റിങ്സ് ആയിട്ടുള്ള അനിമൽ ടെൻഡൻസീസ് പറഞ്ഞ ലോവസ്റ്റ് ഇൻസ്റ്റിങ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന റൂട്ട് പ്ലെക്സസ് അത് തൊട്ടിട്ട് നമ്മൾ ഹാർട്ട് ചക്ര വരെയുള്ള ഏരിയാസ് പ്രവർത്തിക്കുന്ന മുഴുവൻ ടെൻഡൻസീസ് ആണ് നമ്മൾ താഴത്തേക്ക് പുള്ളു. മനസ്സ് ബോഡിയിൽ മാത്രം കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അതിലൊന്നും നമുക്ക് ആൻസർ കിട്ടുന്നില്ല എന്ന് പറയാൻ നമുക്ക് ഹെൽപ്ലെസ് സ്റ്റേറ്റ് വരും. അപ്പോഴാണ് നമുക്കൊരു ഇന്നർ അവേക്കിങ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസ്റ്ററുടെ ഭാഗ്യത്തിന് നമ്മുടെ മാസ്റ്ററെ മനസ്സിലാവും. മാസ്റ്റർ അതിന് മുമ്പേ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ എല്ലാവരും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളില് കൗരവന്മാരുണ്ട്, പാണ്ഡവന്മാരുണ്ട്, നമ്മുടെ കൃഷ്ണനും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ കൃഷ്ണനുണ്ട്. പക്ഷെ കൃഷ്ണനെ നമ്മൾ കണ്ടില്ല. 26 കൊല്ലം അർജുനന്റെ കൂടെ സഞ്ചരിച്ചിട്ട് കൃഷ്ണനെ അർജുനന് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു സന്ദർഭത്തില് കൃഷ്ണൻ ശരിക്കും ഇത് കൃഷ്ണനാണെന്ന്, ഭഗവാനാണ്, മാസ്റ്ററാണെന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതാണ് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ സറണ്ടറിൽ വരുന്നത്. അപ്പൊ ആ സറണ്ടറിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആൻസർ തന്നെ നമുക്ക് തരുന്നത് പുറമെ ആ ലെവലിലേക്ക്. നമ്മളിപ്പോ LKG പഠിക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ LKG കുട്ടികളെ കാണില്ല. നമ്മൾ ഹയർ ക്ലാസ്സിലെ കുട്ടികളുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ആശ്രമത്തിൽ പോകുമ്പോൾ തന്നെ ഉണ്ടാവും. നമ്മള് ആദ്യം എനിക്കുണ്ടായിട്ടുണ്ട്, ആശ്രമത്തിൽ ചെല്ലുമ്പോൾ മണപ്പാക്കത്തിന് ഗേറ്റ് കീപ്പർ മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ക്യൂവിൽ നിന്നപ്പോൾ ചീത്തയായിട്ട് പെരുമാറി, ടെന്റിൽ താമസം ശരിയായില്ല. ഇതൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ടെൻഡൻസി അങ്ങനെയാണ്. പക്ഷെ റെഗുലറായിട്ട് നമ്മൾ സാധന ചെയ്ത് നമ്മൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹയർ പേഴ്സണാലിറ്റീസ് കാണാൻ സാധിക്കും. മെഡിറ്റേഷൻ മാത്രം വരുന്ന ആൾക്കാർ. അപ്പോൾ ആദ്യം വരുമ്പോൾ നമുക്ക് മാസ്റ്ററെ കാണണം എന്നുണ്ടെങ്കിൽ ഇടിച്ചു കയറിയിട്ട് എന്താ പറയുക, മെഡിറ്റേഷനുള്ള മുമ്പിൽ കയറിയിരിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ മാസ്റ്റർ തൊട്ടടുത്ത് ചെന്ന് എന്തോ കിട്ടും, മാസ്റ്റർ ആശ്രമത്തിൽ കയറി എന്തെങ്കിലും കോട്ടേജ് പോയി എന്തെങ്കിലും കിട്ടുന്നത് തോന്നുന്നുണ്ട്. പക്ഷെ ക്രമേണ നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ പേഴ്സണാലിറ്റീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരെവിടെയും പോയിട്ടില്ല, അവരവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ മറ്റുള്ളതിലേക്ക് ശ്രദ്ധ കുറഞ്ഞു അത് റെഗുലർ സാധന വരുമ്പോഴാണ് നമുക്ക്. അതാണ് സഹജമാർഗത്തിൽ നമുക്ക് വൈരാഗ്യം നാച്ചുറലായിട്ട് വരുന്നത്. നമ്മൾ ഉള്ളിലേക്ക് തിരിയാൻ കണക്റ്റഡ് ആകുമ്പോൾ, നമ്മൾ ശരിക്കും സാധന ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് നമ്മുടെ ഡെവലപ്മെന്റ് വരിക. സമാധി അവസ്ഥ പുറത്തേക്കാണ് വരിക. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ നമ്മൾ മാസ്റ്റർ കാണും. അതുവരെ നമ്മൾ മാസ്റ്റർ കണ്ടിട്ടില്ല. മാസ്റ്റർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, മാസ്റ്റർ പറയുന്ന സ്പീച്ചസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മാസ്റ്റർ നമ്മൾ ദർശനം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ഇപ്പൊ നിർത്തും, ഓടിക്കയറൽ നിർത്തും. നമുക്ക് എന്താ പറയാ, പതുക്കെ മാസ്റ്റർ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ജഡ്ജ്മെന്റ് മാസ്റ്റർ ഏറ്റെടുക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രഡക്ടറി സിറ്റിംഗ് ലഭിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു അഭ്യാസിയുടെ സ്റ്റേറ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഈ അർജുനന്റെ ഉള്ളിൽ വന്നിട്ട്. ഞാനൊരു സറണ്ടർ ചെയ്യാണ്. എൻ്റെ ഈ കഴിവുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഏതാ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഇത്രയും കാലം ഇവരൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പിതാമഹന്മാർ എന്ന് പറയാം, പിതാമഹനേ ഉള്ളൂ ശരി, മുത്തശ്ശന്മാർ, കുറെ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എല്ലാവരെയും ബന്ധുക്കളായിട്ട് കാണുകയാണ്. മോശപ്പെട്ട ആൾക്കാരും കൂടിയും എനിക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ഒരു തമാശകളുണ്ട്, സംസ്കാരങ്ങള് നമുക്ക് അനുഭവിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു ചാൻസ് കൂടി തരികയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. എന്താ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ സംസ്കാരത്തിന് ചൂസ് ചെയ്യുക, വേറൊന്നും ചൂസ് ചെയ്യില്ല. നമുക്ക് തന്നെയാണ് ഇഷ്ടം. നമുക്ക് കംഫോർട്ട് സോൺ എന്ന് പറയും, നമുക്ക് കംഫോർട്ട് സോണിൽ നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ അത് ആ സ്റ്റേറ്റ് കംഫോർട്ട് സോൺ എന്നൊരു ജോൾട്ട്, ഒരു ഞെട്ടല് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അർജുനനായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഹൃദയചക്രത്തിൽ എത്തുന്നത്. സേനയോർ ഉഭയോർ മധ്യേ എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ സെന്റർ ചെയ്യാണ്, ഹാർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് മാസ്റ്റർ അവേക്കൻ. മാസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് മാസ്റ്റർ ആദ്യത്തെ നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ തരികയാണ്, ഇൻട്രൊഡക്ടറി സിറ്റിംഗ്. അപ്പം അർജുനന് ശരിക്കും ഭഗവാൻ ആദ്യം കളിയേക്കാണ്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. നമ്മൾ ശരിക്കും എന്താ പറയാ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അത് മെഡിറ്റേഷൻ നമ്മൾ സഹജമാർഗത്തിൽ സാധനം തുടങ്ങുമ്പോഴേ അതൊക്കെ വരില്ല. അതുവരെ ഈ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ജോലിക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടാവില്ല, അതുവരെ കുടുംബം നോക്കുന്നുണ്ടാവില്ല, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ സിറ്റിംഗ് എടുത്ത മുതൽക്ക് പെട്ടെന്ന് തോന്നുകയാണ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, എൻ്റെ ജോലി എനിക്ക് ലേറ്റ് ആവണം, എനിക്ക് അതിന്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വളരെയധികം വരും. അതാണ് ഹൃദയ ദൗർബല്യം. നമ്മളൊരു പുതിയൊരു യാത്രയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അതാണ് ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞത്. അപ്പൊ അർജുനൻ ആ ഒരു ഘട്ടം സ്വീകരിക്കാൻ പറ്റുന്നില്ല.
ഈ യുദ്ധത്തിൽ യഥാർത്ഥ പർപ്പസ് അർജുനന് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഞാൻ ഈ ജീവിതത്തിൽ യുദ്ധം ചെയ്യേണ്ടത്? അതുപോലെ നമ്മൾ അഭ്യാസം, എന്തിനാണ് ഞാൻ ഈ ജീവിതത്തിൽ പോരാട്ടം നടത്തേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അത് ഭഗവത്ഗീതയിൽ പ്രൊസീഡ് ചെയ്യുമ്പോഴേ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇതൊക്കെ യുദ്ധം ചെയ്യുന്നത് എന്ന് ഭഗവാൻ അവസാനം പറയുന്നു. അപ്പൊ അതിൽ നമ്മൾ ക്രമേണ ഓരോ സ്റ്റെപ്പിലൂടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ റെഡി ആവുമ്പോൾ മാസ്റ്റർ നമ്മളെ ലീഡ് ചെയ്യണം. ഓരോ ചക്രങ്ങളിലൂടെയും നമ്മളെ ലീഡ് ചെയ്യണം. ഓരോരോ പേഴ്സണാലിറ്റീസും നമ്മളെ ഇതൊക്കെ നീ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, ഞാൻ തന്നെയാണ് അർജുൻ ഭഗവാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ശരണാഗതി, ഒരു സമർപ്പണം, സറണ്ടറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്, ആക്സെപ്റ്റൻസിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്. അതാണ് ശരിക്കും അർജുനനിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് അർജുനൻ അത്ര നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവർക്കൊന്നും, വേറെ സാധാരണ ആൾക്കാർക്ക് വരുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു അർജുനൻ ഉണ്ട്. അങ്ങനെ ഒരു അർജുനനെ തയ്യാറാക്കാൻ നമ്മുടെ എന്താ പറയുക സംസ്കാരങ്ങൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. നമുക്ക് ഇതിനെ ഹെൽപ്പ് സ്റ്റേറ്റ്സ് ഒരുപാട് വരുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. എപ്പോഴും ആ ഡിവൈൻ സ്മരണ വരാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് സ്വീകരിച്ചിട്ട് നമ്മൾ മാസ്റ്റർ സ്വീകരിച്ച് മെഡിറ്റേഷൻ തുടങ്ങുക, അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ശരിക്കും ഭഗവത്ഗീത, എറ്റേണലി ഭഗവത്ഗീത ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഗീത ഒഴുകുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. പക്ഷെ നമ്മളത് തയ്യാറാവണം. അപ്പോഴേ ഭഗവാൻ സംസാരിക്കും, അപ്പോഴേ മാസ്റ്റർ സംസാരിക്കും. അതുവരെ മാസ്റ്റർ നമ്മളോട് സംസാരിച്ചു എന്നില്ല. ബാബുജി ആയാലും ചാരിജി ആയാലും ദാജി ആയാലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയില്ലേ, ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ആൻസർ. ചോദ്യം ചോദിക്കേണ്ടെന്ന് പറയും. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. യു സിറ്റ് ഫോർ മെഡിറ്റേഷൻ, സ്റ്റാർട്ട് മെഡിറ്റേഷൻ ഇതേ പറയും. അപ്പൊ അത്രയാണ് എനിക്കിതിൽ തോന്നുന്നത്. അപ്പൊ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യും. നമുക്കിത് കാരണം ഇത് കുറച്ചുകൂടിയും മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ സ്പെക്ട്രമാണ് ഇവിടെ വരച്ച് കാട്ടുന്നത്. വേദവ്യാസനാണ് ആ വിസ്ഡം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സഞ്ജയന് ആ ദിവ്യ ചക്ഷുസ് നമ്മുടെ ഉള്ളിൽ ഇന്നർ അവേക്കനിങ് മാസ്റ്റർ തരികയാണ്. അപ്പൊ നമ്മളെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഒരു അഭ്യാസി മാസ്റ്റർ എടുത്തെത്തുന്നതിന് മുമ്പേ തന്നെ പ്രിപ്പയർഡ് ആവും എന്ന് ബാബുജി പറഞ്ഞു. ഓരോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അപ്പൊ തയ്യാറെടുപ്പ് നടത്തി വിവേകബോധം ഉണർന്നിട്ടുള്ള ഒരു ആളാണ് അർജുനൻ. അങ്ങനെ ഒരു അർജുനനാണ് ഈ ഭഗവത്ഗീത. ബാക്കി എത്രയോ ആളുണ്ട്, അവർക്കൊന്നും അത് ലഭിച്ചില്ല. ഒരു ഗുരുനാഥന്റെ അടുത്ത് എത്തുക, നമ്മൾ വിസ്ഡം അവേക്കൻ ചെയ്യുക. ആ വിസ്ഡത്തിലൂടെ നമ്മൾ റീസണിങ്, നമ്മൾ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമ്മൾ തിരിച്ചറിയാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആ വ്യക്തിത്വം, ആ മാസ്റ്ററെ നമ്മൾ തിരിച്ചറിയാണ്. മാസ്റ്റർ റിവീൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇത് പറയാൻ ഷെയർ ചെയ്യാണ്ട് പറയൂട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. നമ്മുടെ ഉള്ളിലൊരു യൂണിഫിക്കേഷൻ സംഭവിക്കുക. അതാണ് ട്രൂത്ത്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സഹജമാർഗത്തിന്റെ കാതലായിട്ടുള്ള ചില കാര്യങ്ങൾ. ബി ട്രൂത്ത്ഫുൾ. ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചെതറിപ്പോയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ നമ്മൾ ഏകീകരിക്കണം. അപ്പോഴേ നമ്മൾ അർജുനനാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദുര്യോധനാവും. ആയിട്ടുള്ള ഒരു സോൾജർ ആണ് അർജുനൻ. അയാൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ പോലെയുള്ളവരുടെ സ്ഥിതി പറയാനുണ്ടോ? നമുക്ക് ഇതുപോലെ ഒരു 100 ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്ന ഘട്ടത്തില് പിന്നെ അതുവരെ ശ്രീകൃഷ്ണൻ മിണ്ടാതിരുന്നു. ശരിക്കും സറണ്ടർ ചെയ്തപ്പോഴാണ് പിന്നെ അർജുനനോട് ഉപദേശം തുടങ്ങുന്നത് ശ്രീകൃഷ്ണൻ. അല്ലേ? അതെ അതെ. കാരണം ഭഗവാൻ ഉണ്ടായിരുന്നല്ലോ. ഭഗവാൻ എപ്പോഴും ഉണ്ടായിരുന്നു. 76 കൊല്ലം എത്ര ഉണ്ടായിരുന്നു ഭഗവാൻ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതിനൊരു അവസരം വന്നത് ഈ യുദ്ധമുഖത്ത് വെച്ചാണ്. പിന്നെ ഇതില് നമ്മൾ നേരത്തെ പറയും, ഇതൊരു ശരിക്കും പാസ്റ്റ് ടെൻസിലാണ് ഇത് പറയുന്നത്, അല്ലാതെ പ്രസന്റ് ടെൻസിലല്ല ഭഗവത്ഗീത. ഇത് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാല്. അതെ അതെ അതെ. വർത്തമാന കാലത്തിലല്ല ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു അങ്ങനെ പറയാം. അപ്പൊ ഇത് മുൻപേ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാനും നമുക്ക് പഠിക്കാനും നമ്മൾ കറക്റ്റ് ചെയ്യാനും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത് എല്ലാ ദിവസവും സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു ദിവസം സംഭവിച്ചൊന്നല്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മാസ്റ്റർ കണ്ടെത്തിയതിന് ശേഷം നമ്മളൊരു പുനരവലോകനം നടത്തുകയാണ്. ഡയറി റൈറ്റിംഗിൽ എഴുതുമ്പോൾ ഒബ്സർവ് ചെയ്യാണ്. ഇതൊക്കെ എൻ്റെ പേഴ്സണാലിറ്റീസ് ആയിരുന്നു, ഞാനിതൊക്കെ കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ പെർസെന്റിലേക്ക് നമ്മൾ എത്തണം. പ്രസൻസിൽ, അന്നേരം പ്രസൻസിൽ എത്തിയാലേ മാസ്റ്റർ നമ്മളെ സംസാരിക്കും. നമ്മൾ പാസ്റ്റിൽ കിടക്കുമ്പോൾ ഒരിക്കലും മാസ്റ്റർ നമ്മളോട് പറയും, നിങ്ങൾ റീസണിങ് പറയും, നിങ്ങൾ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ
നിങ്ങൾ നിങ്ങളുടെ എന്താ ഡൗട്ട് പോയിസൺസ് ദ വിൽ എന്ന് പറയും. അർജുനന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ പാസ്റ്റ് എന്നുള്ള ഒരു അറിവ് എന്നുള്ള ഇതാണ്. അതൊരു പാസ്റ്റാണ്. ഭഗവത്ഗീതയുടെ എന്താ അല്ലാതെ എന്താ പറയുക, സഞ്ജയൻ ഇങ്ങനെയല്ല പറഞ്ഞത്. അർജുനൻ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, ചെയ്തു എന്നാ പറയുന്നത്. ഭഗവാൻ വന്നു, ഭഗവാൻ സംസാരിക്കുന്നു, അങ്ങനെയല്ലല്ലോ. ഇങ്ങനെയല്ലേ സാധാരണ റണ്ണിങ് കമന്ററിയിൽ അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ റണ്ണിങ് കമന്ററി അങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞു. എല്ലാം പറഞ്ഞു എന്നാണ്, കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരു പ്രസന്റ് കാര്യമല്ല. അപ്പൊ ശരിക്കും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ഡയറി എഴുതുകയാണെങ്കിൽ നമ്മൾ റീലിവ് ചെയ്യാണ്, പുറകിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യ എക്സ്പീരിയൻസസ് നമ്മുടെ ഉള്ളിലുണ്ട്. മഹാഭാരതവും നമ്മുടെ ഉള്ളിലുണ്ട്, ഭഗവത്ഗീത നമ്മുടെ ഉള്ളിൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഇത് ആരും, അത് നീ പറയുന്നുണ്ട്, ആരും എവിടെയും പോകുന്നില്ല, ആരും മരിക്കുന്നില്ല, ആരും ജനിക്കുന്നില്ല, അത് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. നീയും ഞാനും എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു ഭഗവാൻ പറയുന്നുണ്ട് ഇതില്. ആരും അപ്പോ നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് ആ ലെവലിലേക്ക് എത്താനും, ഭഗവാന്റെ മുമ്പിൽ എത്താനും, ഭഗവത്ഗീത കേൾക്കാനും ഒക്കെ ഇപ്പൊ ഈ നിമിഷം നമുക്ക് വേണമെങ്കിൽ അവിടെ എത്താൻ പറ്റും. നമ്മൾ ആ സറണ്ടേർഡ് ആണെങ്കിൽ ഭഗവാൻ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ, അതാണ് ട്രാൻസ്മിഷൻ ഇസ് ഇൻ ദ പ്രസന്റ് എന്ന് നമ്മുടെ മാസ്റ്റർ എന്ന് പറയാം. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ചെയ്തു. അപ്പൊ അതിന് നമ്മൾ വിചാരിക്കും അന്ന് നടന്നതാണ്. അപ്പൊ അന്ന് നടന്നതല്ല, എല്ലാം ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പോ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. ഈ നിമിഷം നമ്മൾ സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ എന്താ പറഞ്ഞത്, അതല്ല 7 ശ്ലോകങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. 7 ശ്ലോകവും ഇല്ല, ശരിക്കും ശ്ലോകം തന്നെ ഇല്ല. മറ്റേതൊക്കെ നമ്മുടെ ട്രാൻസ്മിഷൻ ആയിരിക്കും അല്ലെ? അതെ. പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഇതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഭാഷയായിരിക്കും അത്. വ്യാസഭഗവാൻ ഡീകോഡ് ചെയ്ത് എടുത്തതായിരിക്കും അങ്ങനെ. ഇപ്പൊ നമ്മളൊരു ടൂറിന് പോയി വന്നു, ടൂറിന് പോകുന്ന കാഴ്ച പുസ്തകത്തിൽ എഴുതുമ്പോൾ നമുക്ക് ടൂറിന് പോയ അനുഭവം ഉണ്ടാവില്ല. വേറൊരാളെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പറയും ടൂറിന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പടം കണ്ടു. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടൂറിന് എന്താ അനുഭവം ഉണ്ടായത് എന്നുള്ളത് ടൂറിന് പോയ ആളുടെ കൂടെ നമ്മൾ റെസനേറ്റ് ചെയ്യണം. ഇപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുന്നത് അമ്മ അറിയുന്ന പോലെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം വേണം. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ നിമിഷം നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. എന്താണ് അയാൾ അപ്പൊ അനുഭവിച്ചത്. അപ്പൊ നമുക്കത് അതേ അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സയൻസും ഇപ്പൊ പറയും, മോഡേൺ സയൻസ് പറയുന്നുണ്ട്. മോഡേൺ സയൻസ് പറയുന്നത് യു ഹാവ് ലവ് ദാറ്റ്, മറ്റേയാളുടെ അനുഭവം അതേപോലെ തന്നെ നമ്മുടേതായി മാറുന്ന മോഡേൺ സയൻസ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബ്രെയിൻ അറിയില്ല. അപ്പൊ ഭൂതകാലം ഭാവികാലം ഒന്നും ഇല്ല. എന്താണ് ഭൂതകാലത്തിൽ അർജുനൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ അനുഭവിച്ചത്, അത് നമുക്ക് ഇപ്പോ അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ അതല്ലേ നമ്മുടെ കണ്ണിൽ വെള്ളം വരുന്നത് ചിലപ്പോൾ. നമ്മൾ അപ്പൊ ആ നിമിഷം നമ്മൾ അതായി മാറും. അപ്പൊ ശരിക്കും ഭഗവത്ഗീത പാസ്റ്റ് അല്ല, അതിപ്പോ നമുക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രീകരിച്ച് തന്നിരിക്കുകയാണ്. നമുക്ക് അത്രയും ഭക്തിയോടുകൂടെ അതായത് ഭക്തിയുടെ പ്രാധാന്യം അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ നിമിഷം എന്തായിരിക്കും, വേദവ്യാസൻ ഭഗവത്ഗീത ശരിക്കും അനുഭവിച്ചിട്ട് നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞാലെങ്കിലും നമുക്കൊരു എന്താ പറയാ, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അനുഭവം. ഒരാൾ പൂവ് കണ്ടു, അല്ലെങ്കിൽ പാട്ട് കേട്ടു, ടേപ്പ് റെക്കോർഡിൽ പാട്ട് കേൾക്കുന്നതും ഒറിജിനൽ പാട്ട് കേൾക്കുന്നതും അതിന്റെ ആ ഡിഫറൻസ് മാസ്റ്റേഴ്സ് പറയാറുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് കാണുന്നതും ഒറിജിനൽ കോൺവെർസേഷനും നമുക്ക് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ബാബുജി പറഞ്ഞ ആ സമയത്ത് പറഞ്ഞത് ഇപ്പൊ നമ്മൾ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് പക്ഷെ അത് പറ്റുന്നതാണ്. ചാരിജി ഒരു ടോക്കിൽ പറയുന്നുണ്ട്, ഞാൻ വെൻ ഐ സ്പീക്ക് ഐ ആം അറ്റ് ദ ഫീറ്റ് ഓഫ് മൈ മാസ്റ്റർ ബാബു. അതുകൊണ്ടാണ് എനിക്ക് അതേപോലെ പറയാൻ സാധിക്കും. ആരോ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങ് എപ്പോഴും പിന്നെ അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ലാണ്ട് എങ്ങനെ. മൈ മാസ്റ്റർ എഴുതിയത് റീകളക്ട് ചെയ്തുകൊണ്ടാണ്. അതിൽ മൈ മാസ്റ്ററിൽ ഓരോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബാബുജി മഹാരാജ് പറഞ്ഞത് ആ സമയം പറഞ്ഞത് അതേപോലെ തന്നെ എഴുതുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചപ്പോ അറ്റ് ദാറ്റ് ടൈം ഐ ആം അറ്റ് ദ ഫീറ്റ് ഓഫ് മൈ മാസ്റ്റർ. അപ്പൊ അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഭഗവത്ഗീത നമ്മൾ ശരിക്കും അതാണ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ വിസ്പേഴ്സിൽ വായിക്കുന്ന പോലെ തന്നെ ഓരോ വിസ്പർ വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ട്രാൻസ്മിഷൻ തന്നെയാണ്, പ്യൂരിറ്റിയാണ് കിട്ടുന്നത്. അതുപോലെ ഭഗവത്ഗീത നമ്മൾ ശരിക്കും ആ ഭക്തിയോടുകൂടി, ആ ഭക്തിയുടെ എനിക്ക് അത് തോന്നുന്നു, ഭക്തിയോടുകൂടെ വായിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വായനയിലെ ശ്ലോകങ്ങൾ നന്നായിട്ട് ചെല്ലുക, കാരണം ഭഗവാന്റെ വാക്കുകളല്ലേ. അപ്പൊ നമുക്ക് അത്രയും ഭംഗിയായിട്ട് ചെല്ലണം. അപ്പൊ നമ്മൾ കണക്റ്റഡ് ആവും. നമ്മുടെ വായിൽ നാവ് ക്ലിയർ ആകുമ്പോൾ മനസ്സ് ക്ലിയർ ആവും, മനസ്സ് ക്ലിയർ ആകുമ്പോൾ മനസ്സ് മാസ്റ്റർ അടുത്തേക്ക് പ്യൂരിറ്റിയിൽ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും എന്താ പറയാ മനസ്സിന്റെ അപ്പുറം കിടക്കാനായിരിക്കും ഇത്രയും പ്യൂറായിട്ട് നമ്മളത്
വായിക്കണം, പറയണം എന്ന് പറയുന്നത്. ഇത് ഡിവൈൻ ശരിക്കും വാക്കുകളിലല്ലാന്ന് അതൊന്നും അർത്ഥമുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു അതെ. അതെ. ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും ഇന്ദ്രിയങ്ങള് ഇതൊക്കെ തിതിക്ഷസ്വ. അത് ശരിക്കും നമുക്ക് അനുഭവം ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഭഗവാൻ ഇപ്പൊ ട്രാൻസ്മിഷൻ കിട്ടുമ്പോൾ ആ നിമിഷം നമുക്ക് ഈ ലോകത്തിനൊന്നും ഒന്നും പ്രാധാന്യമില്ല എന്ന് തോന്നും. ആ തോന്നലാണ് അവിടെ ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനോ നിത്യ താം തിതിക്ഷസ്വ ഭാരത. തിതിക്ഷസ്വ എന്ന് പറഞ്ഞാല് നമ്മളോട് പറയണതല്ല, ശരിക്കും അത് നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം അത് ആ സമയത്ത് ഇല്ല. മാസ്റ്ററുടെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മൾ ചെല്ലുന്നു, മാസ്റ്റർ കാണുന്നതോട് ഒരു പ്രശ്നമില്ല, ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല, ഒന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാ ആൻസറും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ നിമിഷം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ഓരോ ശ്ലോകത്തിനും കിട്ടുന്ന ആ കണ്ടീഷൻ നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ പറയുന്ന പോലെ, താജി പറയുന്ന പോലെ മെഡിറ്റേറ്റീവ് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കും. നമ്മൾ ഒരു കണ്ടീഷൻ മറ്റേ കണ്ടീഷന് മുകളിൽ യോജിപ്പിച്ച് നമ്മളിങ്ങനെ ക്രമേണ ഭഗവത്ഗീത അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സെൻട്രൽ ഏജന്റ് എത്തും. ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോയ പോലെ അല്ലേ? അതെ. ഒരു കണ്ടീഷൻ നമ്മൾ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പോകണം. അതാണ് അതിന്. അപ്പൊ അത് നമ്മൾ ട്രാൻസ്ലേഷൻ മാസ്റ്ററാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് വ്യാഖ്യാനങ്ങൾ പോവാതെ ഇത് ഓരോന്നും അങ്ങനെ തന്നെയാണ്. ഭഗവാൻ പറയുമ്പോൾ നത്വേവാഹം ജാതു നാസം നത്വം ഇതൊക്കെ നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഇത് പറയുകയാണെങ്കിലും ശരിക്കും ആ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവണം. നീയും ഞാനും ഒരു കാലത്തും ഇല്ലായിട്ടില്ല. നമ്മൾ മാസ്റ്ററുടെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒന്നും ഇല്ലാതെ എല്ലാം എപ്പോഴും ഉണ്ട്. കാരണം ഹീസ് ഓൾവേസ് ദെയർ. ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ട അനുഭവം ഉണ്ടാവും. വായിക്കുമ്പോൾ ശരിക്കും ആ അനുഭവം തന്നെ നമുക്കുണ്ട്. അത് വായിച്ചിട്ട് വേറൊരാളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ വായിക്കുമ്പോൾ സിറ്റിംഗ് എടുക്കുന്ന പോലെ തന്നെ ഒരു അനുഭവം. സിറ്റിംഗ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? ട്രാൻസിന്റെ ശരിക്കും ഡീപ്പ് സിറ്റിംഗ് ഉണ്ടാവും. മനസ്സ് എന്താ പറയുക, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം നമുക്ക് എന്താണെന്നുണ്ടായെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥിതി ആയിരിക്കും. നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ സംസ്കൃതം? അങ്ങനെയാണ്. എന്നാൽ എൻ്റെ ഇതില് സംസ്കൃതം അതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളത് ചെല്ലണം എന്ന്. നമ്മുടെ നാവ് ക്ലിയർ ആകുമ്പോൾ, നമ്മുടെ നെർവ്സ് ക്ലിയർ ആകുമ്പോൾ നെർവ്സ് എന്നുള്ള ചാനൽസ് ക്ലിയർ ആവും, സെൻസ് മോട്ടോർ ഔട്ട്പുട്ട് ശരിയാവും. മോട്ടോർ ഔട്ട്പുട്ട് ശരിയാകുമ്പോൾ മോട്ടോർ കോർട്ടെക്സ് ശരിയാവും, മനസ്സ് ശരിയാവും. ഇത് ഇതൊക്കെ സയൻസിലുണ്ട്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത് അതുപോലെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ സെൻസസ് എങ്ങനെ ഉപയോഗിക്കുന്നു ബ്രെയിൻ അതുപോലെ. അതല്ലേ ബ്രൈറ്റർ മൈൻഡ്സ് പ്രോഗ്രാം ഒക്കെ. അപ്പൊ ശരിക്കും നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ ട്യൂൺഡ് ആവും, ഹയർ കോൺഷ്യസ്നസ്സിന് ട്യൂൺഡ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ റെസിറ്റേഷന് സംസ്കൃതം ഒരു പോരായ്മയല്ല. ഇത് നോക്കി അതുപോലെ വായിച്ചാല് നന്നായിട്ട് വായിക്കാൻ പറ്റും. അതെ. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ട്രൂത്ത്ഫുൾനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ് ആണ്. തെറ്റോ തെറ്റില്ല എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ രാമകൃഷ്ണ പരമഹംസ പറയാണ്ട് ഈശ്വരനെ ബാബ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അച്ഛനെ അച്ഛന്ന് വിളിക്കുക, അച്ഛന്ന്, അത് തെറ്റില്ല. പക്ഷെ പ്രശ്നം വരുന്നത് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് നന്നാക്കണം, കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. മലയാളമായിട്ട് നല്ല സാമ്യമുള്ള ഭാഷയാണ് സംസ്കൃതം. പിന്നെ ചില്ലറ ഗ്രാമറൊക്കെ അങ്ങനെ അങ്ങോട്ടും അതുകൊണ്ടായിരിക്കും തെറ്റിക്കരുത് എന്ന് പറയുന്നത്. കാരണം തെറ്റിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ കോൺഷ്യസ്നസ് അവയ്ക്കുണ്ടാവില്ല. നമ്മൾ അതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യില്ല. നമ്മൾ ഇവിടെ വൃത്തിയായിട്ട് ചെല്ലിയിട്ട് കാര്യമില്ല. മനസ്സിന് പക്വതയും സിൻസിയർ. നമ്മൾ വെറുതെ ഇങ്ങനെ തത്ത പറയുന്ന പോലെ പറയുക എന്നുള്ളതല്ല. നമ്മൾക്ക് അർപ്പണബോധവും എനിക്കത് അറിയണം, മാസ്റ്ററുടെ വാക്കുകളാണ്, അത് അതേപോലെ തന്നെ പറയണം എന്നുള്ള ഒരു ശരിക്കും ഉള്ളില് സന്തോഷം, ആനന്ദത്തോട് കൂടിയിട്ട് പറയുക എന്ന് പറയില്ലേ. കുയില് പാടുന്നത് ആരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കുയില് പാടുന്നത് കുയില് സന്തോഷം. അതുപോലെ ഗീത വായിക്കുന്നത് എനിക്ക് മാസ്റ്റർ പറയുന്നതാണ്, എനിക്കത് സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കും. അങ്ങനെയാകുമ്പോൾ വേണ്ടി വായിക്കാം. അതെ. അപ്പൊ ആരെയും കേൾപ്പിക്കണം. 9 മണി. ശരി എന്നാ. ഞാൻ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാരും കണ്ടിന്യൂ, എല്ലാരും ആലോചിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്കത് കേൾക്കാനാ താല്പര്യം.
പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലാതെ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് വായിക്കുമ്പോ അതിന്റെ അർത്ഥം അവിടെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴും അതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നു. ശരിയാണ്. മാസ്റ്റർ പറഞ്ഞതാന്ന് ഞാൻ അങ്ങനെ വിചാരിക്കരുത്. മാസ്റ്റർ തരുന്ന പുസ്തകമാണ്. മാസ്റ്റർ നമ്മുടെ സാജമാർഗത്തിന്റെ ഒരു ബുക്കാണ്. മാസ്റ്റർ പറയുന്നതാണ്. ഞാൻ അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ തന്നെ. മാസ്റ്റർ പിന്നെ നമുക്ക് തോന്നുന്നത് പ്രാണഭൂതിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത് കൃഷ്ണൻ അർജുനന് കൊടുത്ത മാതിരിയാ നമുക്ക് തോന്നുന്നത്. ഓരോന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നത് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ ഡോക്ടറെ ഈ ചെറിയ ബുക്ക് ഉണ്ടോ? ഈ ബുക്ക് ലീന തമ്പാനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കയ്യിലുണ്ടോ? ഏതും എഴുതി വെക്കാൻ പറ്റുമോ? ഉണ്ട്. ഞാൻ അയച്ചുതരാൻ വേണമെങ്കിൽ നമ്പർ അഡ്രസ് ആമസോണിൽ ഓർഡർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ പയ്യന്നൂർ ആശ്രമത്തിലേക്ക് ഓർഡർ ചെയ്താൽ പോരെ? അഡ്രസ് പയ്യന്നൂർ ആശ്രമത്തിലേക്ക് ഞാൻ അയക്കാം, ഓർഡർ ചെയ്യാം. അഡ്രസ് തരാം, ഞാൻ നമ്പറും തരാം. ഓക്കെ, ശരി എന്നാ. അതുകൊണ്ട് വരാൻ പറ്റിയില്ല എനിക്ക്. ശരി. അത് ആമസോണിൽ ഓർഡർ ചെയ്തത് 6 ബുക്കൊക്കെ ആയിട്ട് പാക്കായിട്ടാണ് വരുന്നത്. ഒന്നിച്ചിട്ട് പാക്ക് വരുത്തിയാൽ മതി. 300 രൂപ അത്രയ്ക്കേ ഉള്ളൂ, നിസ്സാര വിലയുള്ളൂ. അത് ഞാൻ പയ്യന്നൂർ ആശ്രമത്തിലേക്ക് അയക്കാം. പയ്യന്നൂർ ആശ്രമത്തിന്റെ അഡ്രസ് കറക്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാലോ. അയക്കാം. അവിടെ എത്ര പേർക്ക് വേണമെന്ന് കുഴപ്പമില്ല. 8-10 ഒന്നിച്ച് വാങ്ങിയാൽ കുറെ ആൾക്കാർക്കാവും. ആവശ്യം വരും. ഒരു 10 അയച്ചോ ഡോക്ടറെ? ശരി ഡോക്ടർ. അഡ്രസ് ഒന്ന് തന്നെ ഇട്ടാ പോസ്റ്റ് ചെയ്യാം. കറക്റ്റ് അഡ്രസ് പയ്യന്നൂർ ആശ്രമത്തിന്. പിൻകോഡ് എനിക്കറിയില്ല. അത് ഞാൻ വാട്സപ്പ് ചെയ്യാം. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഗുഡ് നൈറ്റ്. ശരി രുദ്രാണി സിസ്റ്റർ. താങ്ക് യു എവരിബഡി. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. ഒന്നുമില്ല. Thank you.